കേരളത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിൽ നാടെങ്ങും വൻ നാശനഷ്ടങ്ങളും ഭീതിയും പടരുകയാണ്. മഴക്കെടുതി അതിരൂക്ഷമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കളക്ടർമാരുടെ ഉത്തരവ് പ്രകാരം അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ പഠന കേന്ദ്രങ്ങൾക്കും ഈ തീരുമാനം ബാധകമായിരിക്കും. അതേസമയം കണ്ണൂർ, വയനാട് ജില്ലകളിൽ പൂർണ്ണ അവധിക്ക് പകരം നിയന്ത്രിത അവധിയാണ് നിലവിലുള്ളത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളതെങ്കിലും അവിടെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഇത് ബാധകമല്ല. വയനാട്ടിലാകട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും മാത്രമായിരിക്കും ഇന്ന് അവധി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി പെയ്തൊഴിയാത്ത പ്രളയസമാനമായ മഴയിലും അതിനെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുകൾക്കും ഇടയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 20ലേക്ക് ഉയർന്നിരിക്കുന്നു. അതിവേഗത്തിൽ ഒഴുകിയെത്തുന്ന മലവെള്ളപ്പാച്ചിലിൽപ്പെടുകയും മണ്ണിടിച്ചിൽപ്പെടുകയും ചെയ്ത 7 പേരെ കണ്ടെത്താനായി NDRFും ദുരന്ത നിവാരണ സേനയും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്ന് തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. 17 പേർ മരണപ്പെടുകയും 5 പേരെ കാണാതാവുകയും ചെയ്തുവെന്നാണ് നിലവിലെ ഔദ്യോഗിക കണക്കുകൾ ഉള്ളതെങ്കിലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന ഭീതിയിലാണ് കേരളം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ 353 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ സജ്ജമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. 13,000-ലധികം ആളുകളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും വിട്ടുമാറാത്ത ശക്തമായ കാറ്റോടുകൂടിയ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അടിയന്തര നിർദ്ദേശം. വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ പ്രളയസമാനമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിക്കും എന്നതിനാൽ തെക്കൻ മധ്യ കേരളത്തിലെ 6 ജില്ലകളിൽ അടിയന്തര മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് ഇന്നലെ രാത്രി 7 മണിക്ക് പുറപ്പെടുവിച്ച അറിയിപ്പ് പ്രകാരം ഉണ്ടായിരുന്നു. നിലവിലത് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. എന്നാലും ചൊവ്വാഴ്ചയോടെ മഴയുടെ ശക്തി കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് വ്യാപിക്കുമെന്നതാണ് നിരീക്ഷണം. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അടിയന്തര സാഹചര്യത്തിൽ 200 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ നദികളിലും മലയോര മേഖലകളിലും ജീവന് തന്നെ ഭീഷണിയാകുന്ന ഭയാനകമായ വെള്ളപ്പൊക്കത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ഒരുപക്ഷെ ഇത് ഇടയാക്കിയേക്കാം. ജാഗ്രത തുടരണം. മഴക്കെടുതി അതിരൂക്ഷമായത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ്. കോട്ടയത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ തിമിർത്തു പെയ്ത അതിതീവ്ര മഴയിൽ ഉയർന്നു വന്ന വെള്ളം താഴ്ന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തിയതോടെ നാടെങ്ങും വെള്ളക്കെട്ടിലാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളമിറങ്ങി ആശ്വാസത്തിലായിരുന്ന റാന്നി മേഖലയിൽ വീണ്ടും പമ്പാ നദി കരകവിഞ്ഞ് വെള്ളം കയറാൻ തുടങ്ങിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പമ്പയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതും അപകടകരമായ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ പലയിടത്തും തുടരുന്നതും മലയോര നിവാസികളുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്.